ഹലോ വെൽക്കം ബാക്ക് ടു കാഡൻ ബീം എക്സ്പേർട്ട്. ദിസ് ഈസ് ശ്രീവാസ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ഷോർട്ട് കട്ട്സുകളാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്വിക്ക് ഡയമെൻഷൻ എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ ഡയമെൻഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടാണ് കണ്ടിന്യൂസ് ഡയമെൻഷൻസ് ഒക്കെ ചെയ്യാറുള്ളത്. ഇതുപോലെ ഒരുപാട് കണക്റ്റഡ് ലൈൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈൻസിൻ്റെ ഓരോന്നായിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. സോ ഇതിന് പകരം നമുക്ക് ഓട്ടോമാറ്റിക് ഡയമെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വിക്ക് ഡയമെൻഷൻസ് ഉള്ളത്. സോ കമാൻഡ് വരുന്നത് QTIM. സോ സെലക്ട് ദി ഒബ്ജക്റ്റ്, എൻ്റർ. ഇത്രയും പെട്ടെന്ന് നമുക്ക് ഡയമെൻഷൻസ് ചെയ്യാം. സോ ദിസ് ഈസ് എ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ഈസ് ആർക്ക് ടെക്സ്റ്റ്. സാധാരണ രീതിയിൽ നമ്മൾ സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും വർക്കിംഗ് പ്രൊഫഷൻസിലാണെന്നുണ്ടെങ്കിലും ടെക്സ്റ്റുകൾ ചെയ്യുന്നത് ലീനിയർ ടെക്സ്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ഇവിടെ ചെയ്യുന്നുണ്ട്. സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ആണ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മളിത് ടെക്സ്റ്റ് കേർവ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാറില്ല. സോ ഒരാൾ ചോദിക്കുകയാണ് എങ്ങനെ നമുക്ക് കേർവിൽ ടെക്സ്റ്റ് ചെയ്യാം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ആർക്ക് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് വരുന്നുണ്ട്. സോ കമാൻഡ് വരുന്നത് അല്ലെങ്കിൽ ടൂൾ വരുന്നത് ആർക്ക് ടെക്സ്റ്റ്, എൻ്റർ. സോ നമുക്ക് അതിന് വേണ്ട ആദ്യം ആർക്ക് വേണം. സോ ഞാനൊരു ആർക്ക് ഡ്രോ ചെയ്യാം. ഒരു ആർക്ക് വരച്ചു. സോ കമാൻഡ് കൊടുക്കുന്നുണ്ട് ആർക്ക് ടെക്സ്റ്റ്, എൻ്റർ. ഞാൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. ടെക്സ്റ്റ് കൊടുക്കുന്നത് ടെക്സ്റ്റ് ഇവിടെ കൊടുക്കാം ഞാൻ. So you can specify the text height or text width factor, or you can specify the offset from the arc. Okay, ഞാൻ ഇവിടെ ഹൈറ്റ് 10 കൊടുക്കുന്നുണ്ട്. സോ ഐ എം ക്ലിക്കിംഗ് ഓക്കെ. നമുക്ക് ടെക്സ്റ്റ് നമുക്ക് ആർക്കിൽ വന്നിട്ടുണ്ടാവും. സോ ഇഫ് യു ഡോണ്ട് വാണ്ട് ദി ആർക്ക് യു ക്യാൻ ഡിലീറ്റ് ഇറ്റ്. സോ നമുക്ക് ടെക്സ്റ്റ് നമുക്ക് ആർക്ക് ടെക്സ്റ്റ് ചെയ്യുന്ന രീതി ഇതാണ്. സോ തേർഡ് ടിപ്സ് ആൻഡ് ട്രിക്ക് ഈസ് ടി സർക്കിൾ. സാധാരണ രീതിയിൽ ടെക്സ്റ്റിനെ നമ്മൾ ഒരു കവേർഡായിട്ട് ഒരു സർക്കിളിനുള്ളിൽ നമുക്ക് വരണം. പ്രത്യേകിച്ച് നമ്മൾ ഗ്രിഡുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആൽഫബറ്റിക്കിന് ഒരു സർക്കിളിനുള്ളിൽ നമ്മൾ ഓവർലേ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഓവർലാപ്പായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. സോ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിംഗിൾ ലൈൻ ടെക്സ്റ്റ് എടുത്ത് ഞാനൊരു ആൽഫബറ്റിക് കൊടുത്തു, അതിനെ ഞാനൊരു സർക്കിളിനുള്ളിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യണം. സോ ഇതിന് പകരം നമുക്ക് ടെക്സ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്ര ടെക്സ്റ്റ് ആയിക്കോട്ടെ, ഞാൻ ഇവിടെ ഒരു ടെക്സ്റ്റ് ചെയ്തു. ഈ ടെക്സ്റ്റിനെ ഞാനൊന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. 3 ടെക്സ്റ്റ് ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. സോ ഈ 3 നമുക്കൊരു സർക്കിളിനുള്ളിൽ നമുക്ക് ഓവർലാപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നതാണ് ടി സർക്കിൾ. ടി സർക്കിൾ. സോ കമാൻഡ് ഈസ് ടി സർക്കിൾ, എൻ്റർ. സെലക്ട് ദി ഒബ്ജക്റ്റ്, എൻ്റർ. ഞാൻ ഡിസ്റ്റൻസ് കൊടുക്കുന്നത്, സോ they were asking distance offset factor, that is നമുക്ക് എത്രയാണ് നമുക്ക് സർക്കിളിൽ ഓഫ്സെറ്റ് വേണ്ടതെന്നുള്ളത്. സോ ഞാൻ ഇവിടെ ഒരു 0.5 കൊടുക്കാം, എൻ്റർ ചെയ്തു. സോ സർക്കിൾ വേണം, സ്ലോട്ട് വേണം, റെക്ടാങ്കിൾ വേണം, ഷേപ്പ് എന്നുള്ളത് അവർ ചോദിക്കുന്നുണ്ട്. സോ ഐ എം സെലക്ടിങ് സർക്കിൾ. കോൺസ്റ്റന്റ് ഷേപ്സ് ഞാൻ സെലക്ട് ചെയ്തത്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സർക്കിൾസുകൾ ഓവർലാപ്പ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. സോ ലാസ്റ്റ് വൺ, മിറർ ടെക്സ്റ്റ്. നമ്മൾ സാധാരണ ടെക്സ്റ്റിന് മിറർ ചെയ്യാൻ പറ്റാറില്ല. സാധാരണ രീതിയിൽ നമ്മൾ ടെക്സ്റ്റിന് ചെയ്യുന്ന സമയത്ത് ഇതിനെ മിറർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഇതിനുള്ളിൽ വേരിയബിൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സാധാരണ രീതിയിൽ നമുക്ക് ടെക്സ്റ്റിന് മിറർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റ് മിറർ ആയിട്ടല്ല വരിക. യു കാൻ മിറർ ദി ടെക്സ്റ്റ് until you change the
മിർ ടെക്സ്റ്റ് വാല്യൂ. സോ ഞാൻ അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാണ്. സോ എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം? സോ ദാറ്റ് ഈസ് ദ കമാൻഡ് ഫോർ ചേഞ്ചിങ് ദ വാല്യൂ ടു മേക്ക് ഇറ്റ് മിറർ. സോ ദാറ്റ് ഈസ് മിർ ടെക്സ്റ്റ്. എൻ്റർ. ന്യൂ വാല്യൂ ചോദിക്കുന്നുണ്ട്. ഇവിടെ 0 അല്ലെങ്കിൽ 1 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ 0 ആണെന്നുണ്ടെങ്കിൽ മിറർ ആയിട്ട് വരില്ല. 1 ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ മിറർ ആയിട്ട് വരും. സോ ഐ എം ടൈപ്പിംഗ് 1, എൻ്റർ. ഇനി നമ്മൾ മിറർ ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് വിൽ ബി മിറർഡ്. ടെക്സ്റ്റ് മിറർ ആയിട്ടാണ് നമുക്ക് വരിക. സോ ഇതല്ലാണ്ട് നമുക്ക് സാധാരണ രീതിയിൽ മിറർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെയും ഓപ്ഷൻസ് ഉണ്ട്. സെലക്ട് ദി ഒബ്ജക്റ്റ്, ഗോ ടു പ്രോപ്പർട്ടീസ്, താഴെ നമുക്ക് ബാക്ക്വേർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിന് മിറർ ചെയ്യാം. അവിടെ നമ്മൾ മിർ ടെക്സ്റ്റ് ചെയ്യണമെന്നില്ല, വാല്യൂ ചേഞ്ച് ചെയ്യണമെന്നില്ല. സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഈ 4 ടിപ്സുകൾ നിങ്ങൾക്ക് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 4 ഷോർട്ട് കട്ട്സുകളാണ്. ഓക്കെ.